ഇതിപ്പോൾ റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. റാന്നി ഗോൾഡൻ എംപോറിയം വീട്ടിപ്പാറ സെൻട്രൽ ജംഗ്ഷനൊക്കെയാണ് കാണുന്നത്. ഗോൾഡൻ എംപോറിയത്തിൻ്റെയൊക്കെ 1ാം നില പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഹോട്ടൽ സരോജ് അടക്കമുള്ള കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ മുഴുവൻ മുങ്ങിയിരിക്കുകയാണ്. അങ്ങ് ദൂരെയായി വീട്ടിപ്പാറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്ക് കാണാം. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ 1ാം നില പൂർണ്ണമായിട്ട് മുങ്ങി 2ാം നിലയിലോട്ട് വെള്ളം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കടകളിലെല്ലാം മുകളിലത്തെ നിലകളിലെല്ലാം ആൾക്കാർ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇന്നലെ വൈകിട്ടും ഒക്കെയായി സാധനങ്ങൾ പറക്കി വയ്ക്കാനും ഒക്കെയായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ ഈ കടകളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ മോശമായ രീതിയിലാണ് നടക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ഏതാനും ചില ട്യൂബുകൾ മാത്രമാണ്, അത് ഒന്നും തന്നെ ഈ ഭാഗത്തെങ്ങും ഇതുവരെ എത്തിയിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ പ്രവർത്തനം റാന്നി സെൻട്രൽ ജംഗ്ഷനിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അത് വേറെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ആളുകളെ തെർമോക്കോൾ പെട്ടിയിൽ നീന്തുകയാണ് ടൗണിൽ. പോസ്റ്റിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നത് കാണാം. കൂടി സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നത് നമ്മൾ കാണാം. ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗങ്ങളിൽ വീട്ടിപ്പാറ റാന്നി ടൗണ് പഴയ സ്ഥിതിയിലോട്ട് വരാൻ ഒരുപാട് സമയമെടുക്കുമെന്നാണ് നമുക്ക് ഇവിടെ കാണുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെല്ലാം വെറൈറ്റി ഗിഫ്റ്റ് ഹൗസ്, രൂപ ബേക്കറി, ഇവിടെ മാതാ സിൽക്ക് ഹൗസൊക്കെ മുഴുവനായി വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. എല്ലാം ഈ കാണുന്നതൊക്കെ കടയുടെ 2ാം നിലകളാണ്. എല്ലാ കടയുടെയും 2ാം നിലയാണ് കാണുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പുറയിലായിട്ട് KSRTC സ്റ്റാൻഡും അതിനോടനുബന്ധിച്ചുള്ള പിൽഗ്രിം സെൻ്ററിൻ്റെ സ്ഥലവും എല്ലാം മുങ്ങിയിരിക്കുകയാണ്. മഴ പിന്നെയും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ വരവ് അതുപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടകളിലും അതുപോലെ ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലത്തെ നിലകളിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും അടിയന്തരമായി ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് ഇത് ആരെങ്കിലുമൊക്കെ കണ്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഗതി ഒന്ന് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്.